രാമായണം ആദികാണ്ഡം ഭാഗം 6. നോക്കൂ രാമ, ഇതാ ഇവിടെ 2 വഴികളുണ്ട്. ഇവ രണ്ടും സിദ്ധാശ്രമത്തിലേക്കുള്ള വഴികളാണ്. ഒന്നിൽ കൂടെ പോയാൽ 3 ദിവസം നടക്കണം ആശ്രമത്തിലെത്താൻ. മറ്റേത് എളുപ്പവഴിയാണ്, 1 ദിവസം മതി എത്താൻ. പക്ഷെ ഒരു കാര്യം, കുറുക്കു വഴിയാണെങ്കിലും ഇതിലൂടെ ആരും പോകാറില്ല. കാരണം ആ താടകയുടെ താവളത്തിൽ കൂടെയാണിത്. മതി ഗുരുദേവ, ഈ എളുപ്പവഴി തന്നെ എടുക്കാം. ഇതിലെ തന്നെ വേണം. എനിക്ക് ആ താടകയെ ഒന്ന് കാണുകയും വേണം. രാമൻ ഉത്സാഹഭരിതനായി പറഞ്ഞു. ലക്ഷ്മണന് പിന്നെ ഏട്ടൻ പറഞ്ഞാൽ അതിനപ്പുറത്തേക്കില്ല. അപ്പോൾ ലക്ഷ്മണനും ഏട്ടനെ പിന്താങ്ങി. അങ്ങനെ അവരുടെ യാത്ര തുടർന്നു. കുറുക്കുവഴിയിലൂടെ നടക്കുന്നതിനിടയിൽ വിശ്വാമിത്ര മഹർഷി ഇങ്ങനെ അവരെ ഓർമ്മിപ്പിച്ചു. രാമ, സൂക്ഷിക്കണം. ആ ദുഷ്ടയുടെ താവളം ഇവിടെ അടുത്തെങ്ങാനുമാണ് എന്നാണ് എൻ്റെ അറിവ്. രാമൻ ഉടനെ വില്ലു കുലച്ചു. എന്നിട്ട് ആ ഞാണിൻ്റെ നടുഭാഗം 2 വിരൽ കൊണ്ട് പിടിച്ച് ഊക്കിൽ വലിച്ചു വിടും. അങ്ങനെ ചെയ്യുമ്പോൾ ഇടിമുഴക്കം പോലെയുള്ള ഒരു ശബ്ദം ആ കാടാകെ കേൾക്കും. ഈ ശബ്ദം കേട്ടതും ഉച്ചഭക്ഷണം കഴിഞ്ഞ് അല്പം ഉച്ചമയക്കത്തിനായി തയ്യാറെടുക്കുകയായിരുന്ന താടക ഞെട്ടിയുണർന്ന് ഇങ്ങനെ ചോദിച്ചു, ആരാണിങ്ങനെ ശബ്ദമുണ്ടാക്കി സ്വൈര്യം കൊടുത്തുന്നത്? തല പൊക്കി നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. കുറച്ചു നേരം കൂടെ നോക്കി നിന്നപ്പോൾ അതാ 2 ചെറുക്കന്മാരും ഒരു താടിക്കാരനും. കൊള്ളാമല്ലോ, ഒരു ഇടനേര ഭക്ഷണത്തിനുള്ള വകയല്ലേ ആ വരുന്നത്? അവൾക്ക് വായിൽ വെള്ളമൂറി. അവൾ എണീറ്റു. എങ്ങനെയാണ് അവളുടെ രൂപമെന്നറിയാമോ? മരങ്ങളോളമുള്ള ഉയരം, തടിച്ചു കൊഴുത്ത ശരീരം, പാതി നരച്ച കുളിക്കാത്തതുപോലെ പാറി പറന്ന് ചകിരിനാര് പോലെ കിടക്കുന്ന തലമുടി, പതിഞ്ഞ മൂക്ക്, ഗുഹ പോലെയുള്ള വായിൽ ദംഷ്ട്രകളും കോമ്പല്ലുകളും. വല്ലാത്തൊരു ഭയാനക രൂപം തന്നെ. അവള് നമ്മളെ അടുത്തേക്കാണ് വരുന്നത് ഏട്ടാ, ഞാനും വില്ല് എന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോഴേക്കും രാമൻ ഇങ്ങനെ പറഞ്ഞു, വേണ്ട ലക്ഷ്മണ, അതിനോട് നേരിടാൻ ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞ് രാമൻ 10 ബാണം ഒന്നായി അയച്ചു. ഇത് കണ്ട ആ താടകയുടെ അവരുടെ അടുത്തേക്കുള്ള ഓട്ടം അവിടെ നിന്നു. വീണ്ടും വീണ്ടും കൂരമ്പുകളാൽ താടകയുടെ ശരീരം കീറിമുറിച്ചു. അവൾ അപ്പോൾ അടവൊന്ന് മാറ്റാൻ തീരുമാനിച്ചു. പെട്ടെന്ന് തന്നെ അവൾ പിന്നോട്ടോടി. അവൾ ഓടിയപ്പോൾ പറന്ന ആ പൊടിപടലത്തിൽ അവൾ ഒന്ന് മറഞ്ഞു. അതിനുശേഷം ദേഹത്തിലെ അമ്പുകൾ ഓരോന്നായി പിഴുതെറിഞ്ഞു. രാമനെ കല്ലെടുത്തെറിഞ്ഞാലോ എന്നാലോചിക്കലും കല്ലെടുത്തെറിയാൻ തുടങ്ങലും ഒരുമിച്ചായിരുന്നു. തന്റെ തലയ്ക്ക് നേരെ ഒരു മൂളലോടെ വരുന്ന ഉരുളൻ പാറക്കല്ലുകളെ രാമൻ വിട്ട അമ്പുകൾ തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. തന്റെ ഏറൊന്നും രാമന് കൊള്ളുന്നില്ലെന്ന് കണ്ടപ്പോൾ രാക്ഷസി ഇങ്ങനെ ആലോചിച്ചു, 3നെയും ഒന്നിച്ചങ്ങ് ചതച്ചാലോ? ഒരു കൂറ്റൻ പാറപ്പൊളിയെടുത്ത് തലയ്ക്കുമീതെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഭയങ്കര വേഗത്തിൽ അതാ ഓടിയെടുക്കുന്നു താടക. അയ്യോ, അതെങ്ങാനും അവരുടെ മേൽ വീണാലോ? അങ്ങനെ ആലോചിക്കേണ്ടത് ആവശ്യം പോലുമില്ല അല്ലേ? അപ്പുറത്ത് ആരാ നിൽക്കുന്നത്? രാമനല്ലേ? അതാ അപ്പോഴേക്കും രാമൻ 2 അർദ്ധചന്ദ്രാസ്ത്രങ്ങൾ കൊണ്ട് അവളുടെ കൈത്തണ്ടകൾ 2ഉം മുറിച്ചു വീഴ്ത്തി. അതോടൊപ്പം തന്നെ ആ പാറക്കല്ല് താഴെ നിലത്തേക്ക് വീണു. വളരെ വലിയ ശബ്ദമായിരുന്നു പാറക്കല്ല് വീണപ്പോൾ. എന്നാൽ താടകയോ വേദന കൊണ്ട് പുളഞ്ഞു മറിഞ്ഞ് മുറിഞ്ഞ കൈകൾ 2ഉം പൊക്കി ഓടി ചുറ്റും ചോര തെറിപ്പിച്ചുകൊണ്ട് എവിടെയോ പോയി ഒളിച്ചു. എവിടെ പോയി ആ താടക? അവൾ ഇനി മുന്നിലേക്ക് വരില്ലേ? രാമൻ സംശയിച്ചു നിന്നു. പെട്ടെന്ന് തന്നെ രാമൻ കണ്ടു, തലയ്ക്ക് നേരെ വരുന്നു കല്ല്. ഒന്നല്ല, ഒരുപാടെണ്ണം. ലക്ഷ്മണന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ഓരോ കല്ലും രാമന്റെ മേൽ പതിക്കാതെ തലയുടെ മുകളിൽ നിന്ന് തന്നെ 4 പാടും ചിതറിത്തെറിച്ചു. രാമ, വിശ്വാമിത്രൻ വിളിച്ചു. കല്ല് കടിച്ചെടുത്ത് ആകാശത്തിലേക്ക് ഉയർന്ന് മേഘത്തിന്റെ മറവിൽ നിന്നാണ് അവൾ ഇതെറിയുന്നത്. ഉടൻ തന്നെ രാമൻ കല്ല് എവിടെ നിന്നാണോ വരുന്നത് ആ സ്ഥലം ലക്ഷ്യമാക്കി തുരുതുരേ അമ്പെയ്യാൻ തുടങ്ങി. രാക്ഷസിക്ക് അവിടെയും രക്ഷയില്ല എന്ന് മനസ്സിലായി. മേലാസകലം മുറിവേറ്റ് ചോരയൊലിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട് രാമന്റെ നേരെ അവൾ പാഞ്ഞെടുത്തു. രാമനാകട്ടെ പേടിയുണ്ടോ? തരിമ്പും പേടിയില്ലാതെ ശക്തിയേറിയ ഒരു ഉഗ്രൻ അമ്പയച്ച് ആ താടകയുടെ ഹൃദയം പിളർക്കുകയും ചെയ്തു. താടക ഭയങ്കരമായ ശബ്ദത്തോടെ അവസാന ശ്വാസം വലിച്ചു. അവളുടെ വീഴ്ച ആ കാടിനെ ആകെ പ്രകമ്പനം കൊള്ളിച്ചു. രാമന്റെ അത്ഭുതകരമായ അഭ്യാസ ചാതുര്യം കണ്ട് ലക്ഷ്മണൻ ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു. വിശ്വാമിത്രനാകട്ടെ
സന്തോഷാശ്രുക്കളോടെ തല തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നേരം സന്ധ്യ മയങ്ങിയിരുന്നു. അതിനാൽ ആ രാത്രി അവരവിടെ തന്നെ ഒരിടത്ത് കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. ഇഷ്ടാവുന്നുണ്ടോ കഥയൊക്കെ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് വേഗം വരാം.